ചെയ്യിപ്പിച്ചു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിൻ്റെ ഡെസ്കിൻ്റെ അടിയിൽ ഏതൊരു പുരാവസ്തു ആരോ എന്തോ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്, അതിനെടുത്ത് മാറ്റാൻ പറഞ്ഞു. ഞാനത് വളരെ എന്താ ഇതൊക്കെ ഒരു അർത്ഥമില്ലാത്ത സാധനം വിചാരിച്ച് അന്ന് അമ്മ ഒരു ഏലസ് അയാളുടെ അടുത്തുനിന്ന് കെട്ടിപ്പിച്ചു. ഈ ഏലസ് അത് ഞാൻ 10 കൊല്ലമായി എപ്പോഴും ഇടും ഇത്. ഇറ്റ്സ് എക്സ്ട്രോർഡിനറി. കാരണം എനിക്ക് എൻ്റെ തൊണ്ട ശരിയായി അടുത്ത 3 മാസത്തിൽ. കുറച്ച് വർത്തമാനം പറയാൻ തുടങ്ങി. ഞാൻ ഗുരുവായൂർ പോയി ഒരു ദിവസം കുറേ നേരം ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ശബ്ദം കുറച്ച് വന്നു. അപ്പോൾ അമ്മയുടെ എബിലിറ്റി ടു ക്യൂർ അതേഴ്സ് gave her strength, and through that we have learned that എല്ലാവരുടെയും നന്മ നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ശക്തി കിട്ടും. നമുക്ക് അതിൻ്റെ ജീവിതത്തിൽ നേരിടാനുള്ള അതൊരു വാല്യൂ ഞാൻ അമ്മയുടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. So I think I've learned a ton from her. Mummy was very special. അമ്മ മരിച്ച് 3-ാം ദിവസം എനിക്ക് വളരെ ഒരു ബാക്ക് പ്രോബ്ലം ഉള്ള കാരണം ഞാനൊരു ആയുർവേദിക് സെൻറ്ററിലേക്ക് പോയിരുന്നു. അശോകൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ട്രെയിൻ എടുത്ത് പോകുമ്പോൾ അവിടെ ഒരു കൊച്ചുകുട്ടി പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുക. ഞാൻ ഒരു കുട്ടി അമ്മയെ കാണാണ്ട് ഒരു 2-2.5 വയസ്സായ കുട്ടി ഇങ്ങനെ കിടന്ന് ഉരുളണോടെ അമ്മയെന്ന് കരഞ്ഞ്. അപ്പം ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എന്താ കുട്ടിക്ക് വലുതും വേണം. ഒരു മലയാളി കൊച്ചാണ്. അപ്പോൾ ആ കുട്ടി എന്നെ പിടിക്കാൻ തന്നെ സമ്മതിക്കില്ല. ഷീ വാസ് ഇൻ പാനിക്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു ട്രെയിനിൻ്റെ. അപ്പോൾ പെട്ടെന്നൊരു അമ്മ വന്ന് ആ കൊച്ചിനെ എടുത്തപ്പോൾ ദ ചൈൽഡ് വാസ് വെരി ഹാപ്പി. അന്ന് എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ അമ്മ എന്നെ ഒരിക്കലും വന്ന് പിടിക്കില്ല എന്ന്. പക്ഷെ അമ്മയ്ക്ക് നിങ്ങളെല്ലാവരും കൂടെ ഉള്ളതായിരിക്കും ഞങ്ങൾക്ക് ശക്തി. So I am very grateful. എല്ലാവരെയും കണ്ടതിൽ it was just so fantastic to see all of you. Thank you for making it, and I'll pass it on back to Ashok.